സമയം കിട്ടില്ല, എക്സാം ഒക്കെ അല്ലേ. ആദ്യം തുറക്കുന്നിട്ട് ഇത് തന്നാ മതി. അത് ശരി. അപ്പൊ ഞാൻ അത്ര മുടി കൊടുക്കരുന്നില്ലേ. എന്താ നോക്ക് വാച്ച് ഇതാ കണ്ടേ, അടിപൊളി വാച്ച്. ഒരു ഓട്ടോ മാമനും ആ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന കുട്ടികളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ സ്കൂൾ വിടവാങ്ങലുകളിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു. ആ ഓട്ടോ ഓടിച്ച ഡ്രൈവർ സക്കീർ ഹുസൈൻ നമ്മളോടൊപ്പം. അദ്ദേഹത്തിന് ഈ ഓട്ടോയിൽ യാത്ര ചെയ്ത കുട്ടികൾ അവസാന ദിവസം ഒരു വാച്ച് സമ്മാനമായി നൽകി. ആദ്യം അദ്ദേഹം ആ കുട്ടികൾക്ക് ബിരിയാണി സമ്മാനിച്ചു. അപ്പോഴാണ് കുട്ടികൾ തങ്ങളുടെ സ്നേഹം അറിയിച്ചത്. ആ വീഡിയോ ഇപ്പം ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഇന്ന് സ്കൂള് ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് സ്നാക്സാണ് കൊടുക്കാറുള്ളത്. ഇന്ന് നോമ്പായതുകൊണ്ട് കുട്ടികൾ നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചോട്ടെ, ഒരു 80% നോമ്പുള്ള കുട്ടികളാണ്. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി കൊടുക്കാമെന്ന് കൊണ്ട് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഒരു കുട്ടീൻ്റെ വീട്ടിന് മുമ്പിൽ വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവരും എന്നെയും നെട്ടിച്ച് കളഞ്ഞ് സർപ്രൈസായിട്ട് കയ്യിൽ ഒരു വാച്ച് കെട്ടി തന്നു എൻ്റെ കുട്ടികൾ. സന്തോഷമല്ലേ? കാരണം ഒരു വർഷമായിട്ട് കൂടെയുള്ള കുട്ടികളാണ് എൻ്റെ കുട്ടികളന്മാരെയാണ്. എന്നെ ഭയങ്കര കാര്യമാണ് കുട്ടികൾക്ക്. അപ്പോൾ നമുക്കത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോൾ 2 മാസം ഉണ്ടാവില്ല. സ്കൂളില്ലെങ്കിലും കുട്ടികളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അവരെല്ലാവരും എൻ്റെ അത്യാവശ്യം എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കാറുണ്ട്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ബിരിയാണി. ഞാൻ അത്യാവശ്യം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ കുട്ടികൾക്ക് എന്നുള്ള ബിരിയാണി. ശരിക്കും കുട്ടികളാണ് ഞെട്ടിച്ചത്. കുട്ടികൾ ഞെട്ടിച്ചു. അതിനെക്കാട്ടി അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെയും ആ കുട്ടികളുടെയും സ്നേഹത്തിൻ്റെ കഥ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ അവസാന ദിവസമാണ് ഈ ഒരു സർപ്രൈസ് അദ്ദേഹം കുട്ടികൾക്ക് നൽകിയതും കുട്ടികൾ തിരിച്ചു നൽകിയതും. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.